നമസ്കാരം, സനി തോട്ട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് റോന്ത് ഷാഹി കബീർ തിരക്കഥ സംവിധാനം ചെയ്യുന്ന സിനിമയാണ് റോന്ത്. ദിലീഷ് പോത്തൻ അതുപോലെ തന്നെ റോഷൻ മാത്യു, ഇവർ രണ്ടുപേരാണ് മെയിൻ ലീഡ്. ഷാഹി കബീറിൻ്റെ ഒരു സ്ക്രിപ്റ്റിംഗ് രീതി അല്ലെങ്കിൽ സിനിമാറ്റോ ഇത് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം, ആ ഒരു പോർട്ട്ഫോളിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ചെയ്തിരിക്കുന്ന എല്ലാ സിനിമകളും ബേസ് ചെയ്തിരിക്കുന്നത് പോലീസ് സ്റ്റോറിയാണ്. അതിപ്പോൾ ജോസഫ് ആണെങ്കിലും ഇലവീഴ പൂച്ചിറ ആണെങ്കിലും നായാട്ടാണെങ്കിലും ലാസ്റ്റ് വന്ന് ഹിറ്റായ ഓഫീസർ ഓൺ ഡ്യൂട്ടി ആണെങ്കിലും എല്ലാം പോലീസ് സ്റ്റോറിയാണ്. അപ്പോൾ നമ്മുടെ ജോജു കമലഹാസനെ പറ്റി നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കമലഹാസൻ്റെ ഐപാഡിൽ ഏകദേശം ഒരു 400ഓളം സ്ക്രിപ്റ്റുകൾ ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഈ ഷാഹി കബീറിൻ്റെ ഐപാഡോ അല്ലെ ബാഗോ തപ്പിക്കഴിഞ്ഞാൽ നമുക്കും മേ ബി കിട്ടാൻ ചാൻസ് ഉണ്ട് ഇതേപോലെ ഒരു 100 പോലീസ് സ്റ്റോറികൾ. കാരണം അന്യായം കിഡു പടം. കാരണം ഇത്രയും എനിക്ക് തോന്നുന്നു പുള്ളിയുടെ തന്നെ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരുന്ന പല കാര്യങ്ങളുമാണെന്ന് തോന്നുന്നു പുള്ളി ചെയ്തേക്കുന്ന കിഡുലൻ പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മളിപ്പോൾ നായാട്ടിലാണെങ്കിലും ഇലവീഴാമ്പൂച്ചിറയിലാണെങ്കിലും ഓഫീസർ ഓൺ ഡ്യൂട്ടിയിലാണെങ്കിലും പല കേസുകൾ, പോലീസിൻ്റെ പല കേസുകൾ കണ്ടിട്ടുണ്ട്. സാധാരണ നോർമൽ സിനിമകളിലെ പോലീസ് കേസുകൾ പോലെ തോക്കെടുത്ത് രാഷ്ട്രീയക്കാരനെ അല്ലെങ്കിൽ അങ്ങനത്തെ വലിയ വലിയ ആളുകളെ പിടിക്കാൻ പോകുന്നത് അങ്ങനത്തെ ആയിട്ടുള്ള വെടിവെപ്പോ പരിപാടികളൊന്നും അല്ലാതെ റിയലിസ്റ്റിക് ആയിട്ടുള്ള റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സിനിമ. ഇതാണ് ശരിക്കും പോലീസുകാർ അന്വേഷിക്കുന്ന, അല്ലെ അവരുടെ ഡെയിലി വൈസിൽ നടക്കുന്ന, അവർ ഡെയിലി അവരെ ഹാൻഡിൽ ചെയ്യുന്ന കേസുകൾ എന്നൊക്കെ പറയുന്നത് ഇതൊക്കെയാണ്. ആക്ച്വലി ശരിക്കും നമ്മൾ കണ്ടിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ ഒരു പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ പോലീസുകാർ ഇതുപോലെ റോന്ത് നൈറ്റ് പെട്രോളിങ്ങിനൊക്കെ നടക്കുമ്പോഴുള്ള കാര്യങ്ങളൊക്കെ വളരെ റിയലിസ്റ്റിക് ആയിട്ട് കാണിച്ചേക്കുന്ന ഒരു സിനിമ. ഷാഹി കബീറിൻ്റെ ഒരു സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, മുമ്പ് അദ്ദേഹത്തിൻ്റെ സിനിമകൾ കണ്ടിട്ടുള്ളവർക്ക് അറിയാം, ആ ഒരു ഹോണ്ടഡ് രീതിയിലായിരിക്കും അയാളുടെ ഒരു സിനിമ അവസാനിക്കുന്നത്. എല്ലാ സിനിമകളും അങ്ങനെ തന്നെ ആയിരിക്കും. നമുക്ക് ഇപ്പോൾ നായാട്ടിലാണെങ്കിലും ഇലവീഴാമ്പൂച്ചിറയിലാണെങ്കിലും അത് എല്ലാ തരത്തിലുള്ള പ്രേക്ഷകന്, ഇപ്പോൾ ഒരു നോർമലായിട്ട് മനസ്സിന് അത്ര കട്ടിയില്ലാത്ത ആളുകൾക്കൊക്കെ അത്ര വലിയ അതങ്ങനെ കണ്ടിരിക്കാനായിട്ടോ റിപ്പീറ്റ് വാച്ചുള്ള സിനിമകളായിരിക്കില്ല. ബട്ട് ഇതെല്ലാം മികച്ച സിനിമകളായിരിക്കും. ആ ഒരു കൂട്ടത്തിലേക്ക് വിടുന്ന ഒരു സിനിമ തന്നെയാണ് റോന്ത്. വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു മികച്ച സിനിമ തന്നെ. എടുത്തു പറയേണ്ടത് ഇതിനകത്ത് ദിലീഷ് പോത്തൻ്റെ പെർഫോമൻസ് അന്യായമാണ്. അന്യായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇത്തവണത്തെ ഒരു സ്റ്റേറ്റ് അവാർഡ് ദിലീഷ് പോത്തിന് കിട്ടാനുള്ള എല്ലാ സാധ്യതയും ഇതിനകത്ത് കാണുന്നുണ്ട്. കാരണം യോഹന്നാൻ എന്ന് പറഞ്ഞ ഒരു SIയുടെ ക്യാരക്ടർ അത്ര കിഡിലനായിട്ടാണ് പുള്ളി ഇതിനകത്ത് ചെയ്തിട്ടുള്ളത്. ദിലീഷ് പോത്തിന് തന്നെ ഡയറക്റ്റ് ചെയ്തുള്ള സിനിമകൾ കണ്ടിരുന്നു നമുക്കറിയാം. അതിനകത്ത് അദ്ദേഹം ഓരോ ക്യാരക്ടറിനെയും പ്ലേസ് ചെയ്തിരിക്കുന്നത് അത്ര ഒബ്സർവ് ചെയ്തിട്ടായിരിക്കും. ഇപ്പോൾ മഹേഷിൻ്റെ പ്രതികാരത്തിലെ ഓരോ ക്യാരക്ടേഴ്സ് ആണെങ്കിലും തൊണ്ടി മുതൽ ജോജി, അതിനകത്തേക്ക് സിനിമകളിൽ ഓരോ ക്യാരക്ടേഴ്സിനെ പ്ലേസ് ചെയ്തേക്കണുണ്ട്. അത്രയധികം ഒബ്സർവ് ചെയ്തിട്ട് ആ ക്യാരക്ടേഴ്സ് നമുക്ക് സ്ക്രീനിൽ തന്നെ കാണുമ്പോൾ നമുക്കറിയാം വളരെ നാച്ചുറലായിട്ട് ചെയ്യുന്നത്. ദിലീഷ് പോത്തൻ ഈ സിനിമയിൽ ഈ ഒരു ക്യാരക്ടർ ചെയ്ത് കഴിയുമ്പോൾ നമുക്കും സ്ക്രീനിൽ ആ യോഹന്നാൻ എന്ന് പറഞ്ഞ ഒരു SI വളരെ നാച്ചുറലായിട്ട് ചെയ്തേക്കുന്നതായിട്ട് തോന്നും. പല സിറ്റുവേഷൻസ്, ഇമോഷൻസ് ആണെങ്കിലും അതേപോലെ തന്നെ ഒരു പോലീസുകാരനായിട്ടുള്ള സീനുകളൊക്കെ കാണിക്കുന്നതാണെങ്കിലൊക്കെ ഗംഭീരമായിട്ടാണ് ചെയ്തേക്കുന്നത്. ദിലീഷ് പോത്തൻ ഒരു അവാർഡ്, ഇത് അദ്ദേഹത്തിൻ്റെ അഭിനയമാണെങ്കിൽ അയാൾക്കൊരു അവാർഡ് കൊടുക്കേണ്ടി വരും എന്ന് പറയില്ല. ആ ഒരു ലെവലിൽ പെർഫോമൻസാണ് പുള്ളി ചെയ്തേക്കുന്നത്. റോഷൻ അതുപോലെ തന്നെ കിടിലനായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കി അധികം നമുക്കങ്ങനെ അറിയാവുന്ന അത്രയധികം കാസ്റ്റിങ്ങും പരിപാടികളൊന്നുമില്ല. ഷാഹി കബീറിൻ്റെ മുമ്പത്തെ സിനിമകളിലൊക്കെ ഉള്ള കുറച്ച് ചെറിയ ക്യാരക്ടേഴ്സ് ചെയ്യുന്ന ആളുകളുണ്ട്. അതുകൂടാതെ തന്നെ ലക്ഷ്മി മേനോൻ, അതായത് നമ്മുടെ ആങ്കർ മിഥുൻ്റെ വൈഫ്, ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ അഡാർ ലവ് ഫെയിം റോഷൻ, പുള്ളി ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അത്ര അതിലുള്ള ഇതൊരു ചെറിയൊരു പടമാണ്. എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ കണ്ടൻറ്റ് വെച്ചല്ല ഞാൻ പറഞ്ഞത്, ഇതിൻ്റെ ഒരു ക്യാൻവാസ് വെച്ചിട്ട് ഒരു ചെറിയ പടമാണ്. ഒരു 1 ഡേയിൽ ഒരു 2 പോലീസുകാർ നൈറ്റ് പെട്രോളിങ്ങിന് പോകുമ്പോൾ സംഭവിക്കുന്ന ഇൻസിഡൻസ് പരിപാടികളാണ് സിനിമയിൽ പറഞ്ഞിട്ടുള്ളത്. അത് ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ സിനിമ തിയേറ്ററിൽ കാണാൻ വേണ്ടി ശ്രമിക്കുക. വേറെ നല്ലതൊരു നല്ല സിനിമയാണ്, നല്ല പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള നല്ലൊരു കണ്ടൻറ്റുള്ള ഒരു സിനിമയാണിത്. അപ്പോൾ റോന്തിന് എന്തായാലും അതൊരു വിജയമാവും എന്ന് തന്നെയാണ് ഞാൻ എന്തായാലും പ്രതീക്ഷിക്കുന്നത്. കാരണം ഈ വർഷം ഞാൻ കണ്ടതിൽ ഉള്ള ഒരു സിനിമകളിൽ തന്നെ ഒരു ബെസ്റ്റ് പടമാണ് റോന്ത് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ സിനിമ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ബോക്സിൽ പറയുക.